നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അകാലത്തിൽ പൊലിഞ്ഞ മിഥുന്റെ കുടുംബത്തിന് മണപ്പുറം ഫൗണ്ടേഷൻ വീട് നിർമ്മിച്ചു നൽകുന്നു. തളിക്കുളത്ത് LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ തളിക്കുളം സർവീസ് സഹകരണ ബാങ്ക് ആദരിച്ചു. വാർത്തകൾ വിശദമായി. അകാലത്തിൽ വിട പറഞ്ഞ നാട്ടിക ബീച്ച് സ്വദേശി മിഥുന്റെ കുടുംബത്തിന് മണപ്പുറം ഫൗണ്ടേഷൻ വീട് നിർമ്മിച്ചു നൽകുന്നു. സ്നേഹഭവനത്തിന്റെ ശിലാസ്ഥാപനം മാഫാം മാനേജിംഗ് ഡയറക്ടർ PK ഏകലവ്യൻ നിർവഹിച്ചു. അമ്മയും സഹോദരനും മാത്രമുള്ള കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു മിഥുൻ. വലപ്പാട് കോതകുളത്തെ മാഫാമിലെ ജീവനക്കാരനായിരുന്ന മിഥുൻ മാസങ്ങൾക്ക് മുമ്പാണ് വാഹനാപകടത്തിൽ മരിച്ചത്. മിഥുനെ നഷ്ടമായ കുടുംബം സുരക്ഷിതമായ ഒരു വീടില്ലാതെ പ്രയാസത്തിലായിരുന്നു. ഇവരുടെ ദുരിതത്തിന് പരിഹാരമായി മണപ്പുറം ഫൗണ്ടേഷൻ സ്നേഹഭവനം പദ്ധതിയുടെ ഭാഗമായി വീട് വെച്ച് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ്, മണപ്പുറം ഹോം ഫിനാൻസ് CEO PS സുവിൻ, മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശില്പ ട്രീസ സെബാസ്റ്റ്യൻ, VM മഹേഷ്, TS സഞ്ജയ്, മാനുവൽ അഗസ്റ്റിൻ, ആതിര രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. മണപ്പുറം ഹോം ഫിനാൻസ് ലിമിറ്റഡിന്റെ സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ചാണ് മിഥുന്റെ കുടുംബത്തിന് മണപ്പുറം ഫൗണ്ടേഷൻ വീട് നിർമ്മിച്ചു നൽകുന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം LP സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് GMLP നോർത്ത് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു അധ്യക്ഷനായി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസങ്ങളിലും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തി പ്രഭാത ഭക്ഷണവും പാലും നൽകി വരുന്നു. ഈ വർഷം മുതൽ ഭക്ഷണത്തിൽ പഴം, സലാഡ് എന്നിവ കൂടി ഉൾപ്പെടുത്താൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. GMLP നോർത്ത് സ്കൂളിലെ പ്രധാന അധ്യാപിക ജിജ ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി ജൈവ പച്ചക്കറികൾ നൽകി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, തളിക്കുളം BPC സിന്ധു, PTA പ്രസിഡന്റ് നിഷി എന്നിവർ സംസാരിച്ചു. അതിൽ കുറവായിരിക്കണം ഉച്ചയ്ക്ക്, അതിൽ കുറവായിരിക്കണം രാത്രി എന്നുള്ളതാണ്. നമ്മൾ നേരെ തിരിച്ചാണ് നമ്മളെല്ലാവരും ചെയ്തു വരുന്നത്. നമ്മൾ വലിയ ആളുകൾ തന്നെ ശ്രദ്ധിച്ചാൽ രാവിലെ ജോലിക്ക് പോകാനോ പഠിക്കാൻ പോകാനോ ഉള്ള ആവേശത്തിലോ ഓട്ടത്തിലോ നമ്മൾ രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യും, അതങ്ങനെ തന്നെ ഒഴിവാക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് കൊടുത്തയക്കുന്ന ടിഫിനിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളെ ഉച്ചഭക്ഷണത്തിൽ എന്താണെന്ന് വെച്ചാൽ കഴിക്കും. ഒപ്പം തന്നെ രാത്രി വന്നതിനെല്ലാം കൂടി പകുതി തീർക്കുന്ന രീതിയിൽ BJP മണലൂർ പഞ്ചായത്ത് കമ്മിറ്റി സുരേഷ് ഗോപിയുടെ വിജയത്തിലും മന്ത്രിസഭാ പ്രവേശനത്തിലും ആഹ്ലാദം പ്രകടിപ്പിച്ചു. കണ്ടശങ്കടവ് ബോട്ട് ജെട്ടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സമാപന യോഗത്തിൽ BJP മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു ഇയാനി അധ്യക്ഷനായി. സുധീർ പൊറ്റേക്കാട്ട്, KV വിനോജ്, രതീഷ് കൂനത്ത്, മിനി അനിൽകുമാർ, കൃഷ്ണേന്ദു ഷിജിത്ത്, ബിജു വാലിപ്പറമ്പിൽ, ഗോപിനാഥൻ കൊച്ചത്ത്, പ്രദീപ് കാണാട്ട്, കണ്ണൻ നടുവത്ത് എന്നിവർ നേതൃത്വം നൽകി. വാടാനപ്പള്ളി MLA വളവ് പരിസരത്തെ നൈസ് കുടുംബശ്രീ അയൽക്കൂട്ടത്തിന്റെ രണ്ടാം പിറന്നാൾ ആഘോഷിച്ചു.
അംഗങ്ങളായ റസിയ ഷാഹുൽ, സുമിത എന്നിവർ സ്വാഗതഗാനം ആലപിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസിയുടെ അധ്യക്ഷതയിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര സംവിധായകൻ സജീവൻ അന്തിക്കാട്, സീരിയൽ താരം സ്മിത ശങ്കർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. കുടുംബശ്രീ അരങ്ങ് സംസ്ഥാന ജില്ലാ കലോത്സവ വിജയികൾ, +2 പരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയവർ എന്നിവരെ ആദരിച്ചു. രക്ഷാധികാരി PK ബദ്രുദ്ദീൻ, TR ശശികല, രന്യ ബിനീഷ്, TK സജീവൻ, TR രബിത എന്നിവർ സംസാരിച്ചു. വിപണനം നടത്തി ജീവിക്കുന്ന താല്പര്യമുള്ളവരല്ല, അല്ല അങ്ങനെ ഒരു വ്യക്തികളല്ല. നിങ്ങളുടെ ഭർത്താക്കന്മാരും മക്കളൊക്കെ തന്നെ സ്വദേശത്തും വിദേശത്തും ഒക്കെ തന്നെ നല്ല വ്യവസായങ്ങളും ജോലിയൊക്കെ ചെയ്ത് നമ്മുടെ അടിത്തറ വിപുലപ്പെട്ട കുടുംബങ്ങളാണ്. ഞാൻ പറയാൻ മനസ്സിലായി, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ഏറെ പിന്നാക്കം നിൽക്കുന്നവരല്ല എന്നാണ് അർത്ഥം. സാമ്പത്തികമായിട്ടൊന്നും വലിയ മുന്നോക്കത്തിലുമല്ല, നമ്മൾ അത്യാവശ്യമൊക്കെ തന്നെ ജീവിച്ചു പോകാൻ നമുക്ക്. പക്ഷെ നിങ്ങളെടുത്തൊരു നിലപാടുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരും മക്കളും കൊണ്ടുവരുന്ന സാമ്പത്തികമല്ല നിങ്ങൾക്ക് ആവശ്യം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ജൂൺ 14 വൈകിട്ട് 5 തുറക്കും. മിഥുനം 1 15 പുലർച്ചെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം നെയ്യഭിഷേകം തുടങ്ങും. നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിൽ 25 കലശം, ലക്ഷാർച്ചന, സഹസ്രകലശം, കളഭാഭിഷേകം, പടിപൂജ എന്നിവയും നടക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി നട അടയ്ക്കും. ദർശനത്തിന് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യണം. അംഗീകാരമില്ലാത്ത സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാലയങ്ങളിൽ 2 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ മാറിച്ചേരുന്നതിന് TC നിർബന്ധമല്ലെന്ന് കാണിച്ച് സർക്കാർ ഉത്തരവിറക്കി. കഴിഞ്ഞ വർഷം വരെ അനുവദിച്ചിരുന്ന ആനുകൂല്യം ഈ വർഷവും ബാധകമാക്കിയാണ് ഉത്തരവ്. 2 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലേക്ക് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം വയസ്സ് അടിസ്ഥാനത്തിലും 9-10 ക്ലാസുകളിലേക്ക് വയസ്സിൻ്റെയും പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലുമായിരിക്കണം പ്രവേശനം. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്, ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്, കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES.
അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. വാടാനപ്പള്ളി വണ്ടർ കിഡ്സ് അൽബീർ ഇസ്ലാമിക് പ്രീ സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. ചടങ്ങിൽ CH മുഹമ്മദ് കോയ ഓർഫനേജ് അസോസിയേഷൻ പ്രസിഡന്റ് PM ഖാലിദ് അധ്യക്ഷനായി. PM ഹംസ, AA ജബ്ബാർ, VA അഷ്റഫ്, ഹാഫിൾ ഫാറൂഖ് ദാരിമി, മുസ്തഫ മുസ്ലിയാർ, TK ജമാലുദ്ദീൻ മൗലവി, AA അബ്ദുൽ ലത്തീഫ്, AA ഷാവുൽ ഹമീദ്, TK ഷാവുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളി നവതാര ക്ലബിന്റെ നേതൃത്വത്തിൽ സമ്മാനപ്പൊതികളും മധുര പലഹാരങ്ങളും നൽകി വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. വാടാനപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറിയിൽ പ്രവേശനോത്സവം നടത്തി. സ്കൂൾ വികസന സമിതി ചെയർമാൻ VB അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷൈന മുഹമ്മദ് അധ്യക്ഷയായി. സ്കൂൾ പ്രിൻസിപ്പൽ കണ്ണൻ, പ്രധാനാധ്യാപിക ലത, ജബ്ബാർ അറയ്ക്കൽ, RA ഷെരീഫ്, അധ്യാപകരായ നസീറ, ഷഹന, സിന്ധു എന്നിവർ സംസാരിച്ചു. മണലൂർ സെന്റ് തെരേസാസ് പ്രീ പ്രൈമറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ഡെയ്സ്ലെറ്റ് അധ്യക്ഷയായി. പ്രധാനാധ്യാപിക സിസ്റ്റർ വിന്നി കുട്ടികളെ ആദ്യാക്ഷരം കുറിപ്പിച്ചു. അധ്യാപകരായ സിസ്റ്റർ ആൻ തെരേസ്, CG, സിന്ധു എന്നിവർ സംസാരിച്ചു. NCP ന്യൂനപക്ഷ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി NCPS സ്ഥാപക ദിനാഘോഷം നടത്തി. ജില്ലാ സെക്രട്ടറി PSP നസീർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് കാസിം മലപ്പാട് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി റാബി സലീം, ഐഷ ഷെമി എന്നിവർ സംസാരിച്ചു. ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്തു. അസുഖബാധിതനായ യുവാവിന് എടമുട്ടം ഫ്രണ്ട്സ് ചാരിറ്റി ഗ്രൂപ്പ് ചികിത്സാ സഹായം നൽകി. അറക്കപ്പറമ്പിൽ ബാബു മകൻ ലിജുവിനാണ് ധനസഹായം നൽകിയത്. പ്രസിഡന്റ് VPS ആരാധ് ചെക്ക് കൈമാറി. വൈസ് പ്രസിഡന്റ് ബെന്നി ആലപ്പാട്ട്, ട്രഷറർ അജയ് ഘോഷ് പനങ്ങാട്ടിൽ, സെക്രട്ടറി VK അലിയാർ എന്നിവർ പങ്കെടുത്തു. തളിക്കുളം സർവീസ് സഹകരണ ബാങ്ക് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. SLC, +2, CBSE 10, +2 വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. കച്ചേരിപ്പടിയിലെ തളിക്കുളം സഹകരണ ഹാളിൽ നടന്ന ചടങ്ങ് ഗലീജ് ടൈംസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സുരേഷ് പട്ടാലി ഉദ്ഘാടനം ചെയ്തു. കേശവാർഡിനൊപ്പം
ആൽക്കമിസ്റ്റ്, കണ്ണീരും കിനാവും എന്നീ കൃതികൾ വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി നൽകി. ബാങ്ക് പ്രസിഡന്റ് TL സന്തോഷ് അധ്യക്ഷനായി. അടുത്ത അധ്യയന വർഷം മുതൽ പഠനത്തിൽ പുറകിലായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ പിന്തുണയും സഹായങ്ങളും ബാങ്കിന്റെ നേതൃത്വത്തിൽ നൽകുമെന്നും അധ്യക്ഷൻ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് വിനയ് പ്രസാദ്, നിർമ്മല, ബാലൻ കൊപ്പര, ശൈലേഷ്, PD, EVS സ്മിത്ത്, ഖാദർ കുഞ്ഞി, PS സിമി എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി അസീസി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഫാദർ അഡ്വക്കേറ്റ് എബിൻ ചെറമൽ ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ശോഭ ജെയിംസ്, ഡീക്കൻ ക്ലിന്റ് പനങ്ങാടൻ, സിസ്റ്റർ ട്രെസി, ഗിരീഷ് മാത്തുകാട്ടിൽ, സ്റ്റെഫി, ഷീബ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ കൊണ്ടറപ്പശ്ശേരി കുടുംബ കൂട്ടായ്മ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. KK മോഹനൻ, അനന്തശയനൻ, സലീം, സുശീൽ കുമാർ, പ്രവീൺജിത്ത്, പ്രേംചന്ദ്, രാജേഷ്, അശോകൻ ചാഴൂർ, ഉദയകുമാർ കണിമംഗലം, ദേവാനന്ദൻ കൈപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ ശാസ്ത്രത്തിലും ടെക്നോളജിയിലും അവബോധം സൃഷ്ടിച്ച് പ്രതിഭകളെ വളർത്തിയെടുക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായ ബ്രെയിനിയാക്സ് 2024 ഇസ്ര വിമൻസ് കോളേജിലെ പരിപാടികൾക്ക് തുടക്കമായി. കേരളത്തിലെ പ്രമുഖരായ ടാൽഡ്രോപ്പുമായി സഹകരിച്ചാണ് പരിപാടി. ടാൽഡ്രോപ്പിന്റെ ജില്ലയിലെ ടെക്കി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ആദ്യഘട്ട പരിപാടികൾക്ക് തുടക്കമാവുക. വെർച്വൽ റിയാലിറ്റി, കോഡിംഗ്, ടെക് അവയർനെസ്, സൈബർ സെക്യൂരിറ്റി, ആസ്ട്രോണമി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, 3D പ്രിന്റിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകും. ഇനി വിദ്യാലയങ്ങളിലൂടെ. TMC ഗ്രാമ്യ 7ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. തൃശൂർ ജില്ലയിലെ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിലെ തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ മണലൂർ എന്ന ഗ്രാമത്തിലെ ഒരു സർക്കാർ വിദ്യാലയമാണിത്. മണലൂർ പഞ്ചായത്തിലെ 100 വർഷത്തിലേറെ പഴക്കമുള്ള സ്കൂൾ 1914 തോപ്പിൽ ഉക്രു സ്കൂൾ ആരംഭിച്ചു. തോപ്പിൽ സ്കൂൾ എന്നാണ് അറിയപ്പെട്ടത്. 1925 2 ഏക്കർ സ്ഥലവും 2 നില കെട്ടിടവും ഗവൺമെന്റിന് കൈമാറി. 1946 ഹൈസ്കൂളായി എന്നാണ് രേഖകളിൽ കാണുന്നത്. 1964 LP സ്കൂളിന് സ്വതന്ത്ര ഭരണമായി. കൃഷിമന്ത്രിയായിരുന്ന കൃഷ്ണൻ കണിയാമ്പറമ്പിലിന്റെയും MLA CN ജയദേവന്റെയും പരിശ്രമ ഫലമായി 2000 വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. 2 സയൻസ് ബാച്ചും 1 കൊമേഴ്സ് ബാച്ചുമാണ് ആരംഭിച്ചത്. ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി 12 ക്ലാസ് മുറികളുണ്ട്. ഇതിൽ ഒരെണ്ണം ഓഫീസ് കെട്ടിടമായി പ്രവർത്തിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിനായി 9 ക്ലാസ് മുറികളുണ്ട്. ഏകദേശം 50,000-ഓളം പുസ്തകങ്ങൾ ഉള്ള ഒരു ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ് 2, സ്മാർട്ട് റൂം 1, സയൻസ് ലാബ് 3, 100 പേരോളം ഉൾക്കൊള്ളാവുന്ന ഓഡിറ്റോറിയം, ഹൈസ്കൂൾ ഓഫീസിനായി 3 മുറികളും ഓഫീസിനടുത്തായി വിദ്വാൻ K പ്രകാശം സ്മരണാർത്ഥം ഒരു ചരിത്ര മ്യൂസിയം, കുടിവെള്ളത്തിനായി ഒരിക്കലും വറ്റാത്ത കിണർ, വെള്ളം ശുചീകരിക്കുന്നതിനായി ഫിൽട്ടർ സംവിധാനം, കൂടാതെ ഒരു പൊതു ടാപ്പും ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റും ആൺകുട്ടികൾക്കായി 10 ടോയ്ലറ്റുകളും ഇവിടെയുണ്ട്. 24 മണിക്കൂറും ഇന്റർനെറ്റ് സൗകര്യവും മഴവെള്ള സംഭരണി, ബയോഗ്യാസ് പ്ലാന്റ്, മാലിന്യ നിർമ്മാർജ്ജന മാർഗങ്ങൾ എന്നിവ സ്കൂളിൽ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ മണലൂർ സ്കൂളിലെ അധ്യാപകരാണ്. ഞങ്ങൾക്ക് ഈ വർഷം ആകെ 50 കുട്ടികളുണ്ടായിരുന്നത്. അതിൽ 30 കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയവും 20 കുട്ടികൾ മലയാളം മീഡിയവും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ മലയാളം മീഡിയത്തിൽ വളരെ കുട്ടികൾ കുറഞ്ഞു വരികയാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മലയാളം മീഡിയത്തിലെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി ഏറ്റവും നല്ല വിജയം കരസ്ഥമാക്കിയ തൃശ്ശൂർ വിദ്യാഭ്യാസ ജില്ലയിലെ വളരെ ചുരുക്കം സ്കൂളുകളിൽ ഒന്നാണ് ഞങ്ങളുടെ മണലൂർ സ്കൂൾ. പൊതുവേ അങ്ങനെ ഒരു ഇതുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നാൽ നല്ല മാർക്ക് കിട്ടുള്ളൂ എന്ന്. പക്ഷേ ഞങ്ങളുടെ കുട്ടികൾ അത് തിരുത്തി വെച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഇവിടെ ഫുൾ A+ കിട്ടിയതിൽ മെജോറിറ്റി കുട്ടികളിലും മലയാളം മീഡിയം കുട്ടികളുമുണ്ട്. അവർക്ക് ചെറിയ വിഷയത്തിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു വിജയം വലിയൊരു വിജയമായിട്ടാണ് തോന്നുന്നത്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടാണ് ഞങ്ങൾ ഈ വിജയം നേടിയെടുത്തത്. കാരണം 9 വരെ കുട്ടികൾ അത്രയൊന്നും ശ്രദ്ധിക്കാതിരുന്ന് 10-ലെത്തുമ്പോൾ മാത്രം പഠിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പൊതുവേ ഉള്ളത്.
എന്നിട്ട് പോലും ഞങ്ങളുടെ കുട്ടികൾക്ക് 50 കുട്ടികളിലെ 9 കുട്ടികൾക്ക് ഫുൾ A+ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിഭാഗത്തിലെ രസതന്ത്രം അധ്യാപികയാണ്. പിന്നെ കൂടാതെ ഗൈഡ് ക്യാപ്റ്റൻ കൂടിയാണ്. ഇവിടുത്തെ സ്കൂളിലെ കുട്ടികളുടെ A+ൻ്റെ വിജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹാർഡ് വർക്കും അധ്യാപകരുടെയും PTയുടെയും പാരൻസിൻ്റെയും പിന്തുണയും ആണ്. പിന്നെ ഭൗതിക സാഹചര്യങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട നിലയിലാവേണ്ടതുണ്ട്. എന്നിരുന്നാലും പരിമിതമായ സാഹചര്യങ്ങളിൽ കുട്ടികൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് നേടിയ വിജയമാണ് അവരുടേത്. പിന്നെ TMC ഗ്രാമ്യ പുരസ്കാരത്തിന് അർഹരായ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിലും +2 പരീക്ഷയിലും മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് നല്ല വിജയമാണ് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇവിടുത്തെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ ശക്തമായ PTയുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും നല്ല റിസൾട്ട് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിൽ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ PTയ്ക്ക് വേണ്ടി അനുമോദിക്കുകയാണ്. എൻ്റെ പേര് ആത്മിക. ഞാൻ GHSS മണലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചിരുന്നത്. എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നു. ഞങ്ങൾക്ക് ഈ സമ്മാനം തരുന്ന ഗ്രാമ്യ TMC ആൾക്കാരോട് നന്ദിയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഞങ്ങളെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് നയന. ഞാൻ GHSS മണലൂരിൽ നിന്നാണ് 10 കഴിഞ്ഞത്. ഫുൾ A+ ആയിരുന്നു. അതിൽ ഈ TMCയുടെ ഒരു ആദരവുണ്ടതിന് ഇതിലുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ സ്കൂളും ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് സാനിയസ് മേനോൻ. മണലൂർ സ്കൂളിൽ ഉന്നത വിജയം കൈവരിക്കാൻ സഹായിച്ച ടീച്ചേഴ്സ്, പാരൻസ്, PTA എല്ലാവർക്കും നന്ദി. സ്കൂളിലെ ടീച്ചേഴ്സായാലും PTA എല്ലാ സ്റ്റാഫ്സും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടീവായിരുന്നു. സ്റ്റഡീസിൻ്റെ കാര്യത്തിലായാലും സ്പോർട്സ്, എക്സ്ട്രാ കരിക്കുലർ എല്ലാ ആക്ടിവിറ്റീസിനും അവരെ പറ്റാവുന്ന എഫേർട്സ് അവരിട്ടിട്ട് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവൂ എന്ന് ആഹ്വാനം ചെയ്ത ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ശ്രീനാരായണ ഗുപ്ത സമാജ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് ഗ്രാമ്യ TMC 7ാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വിദ്യാലയങ്ങളിലൂടെ ഇന്ന് എത്തി നിൽക്കുന്നത്. SNGS HS കാരമുക്ക് ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ വിദ്യാലയങ്ങളിലൊന്നാണ്. 1920 മെയ് മാസം 15-ന് കാരമുക്കിലെ പുതുതായി പണിത ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തി. വെളിച്ചമുണ്ടാകട്ടെ എന്നും ചുറ്റും സരസ്വതി ക്ഷേത്രങ്ങൾ ഉയരട്ടെ എന്നും അരുളി ചെയ്തപ്പോൾ വെളിച്ചത്തിന്റെ പ്രതിഫലനത്തിലൂടെ മനുഷ്യ മനസ്സിലെ ഇരുട്ടിനെ സ്വയം തുടച്ചു വൃത്തിയാക്കുക എന്നതും വിജ്ഞാനത്തിലൂടെ സമത്വം നേടാനുള്ള ദർശനമായി കണക്കാക്കേണ്ടിയിരുന്നു. തുടർന്ന് ശ്രീനാരായണ ഗുപ്ത സമാജം രൂപീകരിച്ച് ഒരു കുടിപ്പള്ളിക്കൂടവും ക്രമേണ LPU സ്കൂൾ, UP ഹൈസ്കൂൾ, ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളായും വളർന്ന ജില്ലയിലെ തന്നെ പ്രശസ്തിയുള്ള സ്കൂളായി SSLC പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയത്തിലെത്തി നിൽക്കുന്നു. ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. 2 വാർഡുകളിലായി റോഡിന് ഇരുവശങ്ങളിലായാണ് കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പ്രൈമറി വിഭാഗം പുതിയതായി നിർമ്മിച്ച ശതാബ്ദി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്നു. പ്രൈമറി വിഭാഗവും ഹയർ സെക്കൻഡറി വിഭാഗവും റോഡിന്റെ ഒരു വശത്തും, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ വിഭാഗം റോഡിന്റെ മറുഭാഗത്ത് ശ്രീ ചിദംബര ക്ഷേത്രത്തിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ വളരെ സൗകര്യപ്രദമായ ഹൈടെക് ക്ലാസ് മുറികളുണ്ട്. IT ലാബും സ്മാർട്ട് ക്ലാസുകളും ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വായനാശീലം വളർത്തുന്നതിനായി മികച്ച ലൈബ്രറിയും സ്കൂളിനുണ്ട്. വിദ്യാർത്ഥികൾക്ക് കായിക രംഗത്തെ വളർച്ചയ്ക്കായി ആധുനിക രീതിയിലുള്ള ഇൻഡോർ സ്റ്റേഡിയം മാനേജ്മെന്റ് നിർമ്മിച്ചു നൽകി. കൂടാതെ ഒരു മിനി ഓഡിറ്റോറിയവും സ്കൂളിനടുത്ത് വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വിശാലമായ ഗ്രൗണ്ടുമുണ്ട്. ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ കഴിഞ്ഞ അക്കാദമിക വർഷം 2023-24 അക്കാദമിക വർഷത്തിൽ നമ്മളുടെ 10ാം ക്ലാസ് പാസ്സായ എല്ലാ കുട്ടികളും 100% വിജയമാണ് നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ 25 ഫുൾ A+ഉം 8 കുട്ടികൾക്ക് 9 A+ഉം കരസ്ഥമാക്കാനായിട്ട് കഴിഞ്ഞു. തികച്ചും ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വിദ്യാലയം. സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിച്ച് അതിൻ്റെതായ രീതിയിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു വിദ്യാലയമാണ് ശ്രീനാരായണ ഗുപ്ത സമാജം ഹൈസ്കൂൾ. ഹൈസ്കൂളായാൽ പിന്നെ
തൊട്ട് തന്നെ വളരെ നല്ല വിജയ ശതമാനം തുടർച്ചയായി പുലർത്തിക്കൊണ്ടു പോരുന്ന വിദ്യാലയം കൂടിയാണ്. എൻ്റെ പേര് ഋഷി എന്നാണ്, മാത്സ് അധ്യാപികയാണ്. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിൽ നമ്മൾ ചുണക്കുട്ടികളായ 2 കുട്ടികൾക്കാണ് ഫുൾ എ പ്ലസും അതും 99 എബോവ് ആണ് കുട്ടികൾക്ക് മാർക്ക് കിട്ടിയത്. എൻ്റെ പേര് സന്ധ്യ, ഞാൻ ഇവിടുത്തെ കെമിസ്ട്രി അധ്യാപികയാണ്. അപ്പോൾ നമ്മുടെ 2 കുട്ടികൾക്ക് കിട്ടാവുന്നതിലേക്ക് വെച്ച് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. അവരത്രയും ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടാണ് അവർക്ക് അത്രയും നല്ല റിസൾട്ട് കിട്ടിയത്. അവർക്ക് അത്രയും നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് എല്ലാ അധ്യാപകർക്കും അതിയായ സന്തോഷമുണ്ട്. എൻ്റെ പേര് ദീപ, SNGSS കാരമുക്ക് സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടീച്ചറാണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇപ്പോൾ ഒരു എമർജിങ് ആയിട്ടുള്ള ഒരു കാലത്ത് ഇത്രയും അവർ സ്കോർ ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട്, അഭിമാനിക്കുന്നു. എൻ്റെ പേര് സ്റ്റീവൻ, ഞാൻ കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജത്തിൽ നിന്നും 10ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ കുട്ടിയാണ്. 10ാം ക്ലാസ് ഫുൾ A+ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ടീച്ചർമാരുടെ സപ്പോർട്ട് കൊണ്ടും എല്ലാവരുടെയും പ്രയത്നം കൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ കിട്ടിയത്. ടീച്ചർമാരുടെ ഒത്തിരിയേറെ നന്ദി പറയുന്നുണ്ട്. എൻ്റെ പേര് സൗപർണിക, ഞാൻ SNGSS സ്കൂളിൽ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥിനിയാണ്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാ ടീച്ചേഴ്സും എൻ്റെ 10th പഠിപ്പിച്ച എല്ലാവരും ഞങ്ങളുടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ടീച്ചർ എന്നതിലുപരി ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഞങ്ങളുടെ ഒപ്പം നിന്ന് ചെയ്ത ആൾക്കാരാണ്. അവരുടെയും കൂടി ഒരു എഫേർട്ട് ഉണ്ട്. എനിക്ക് ഫുൾ A+ കിട്ടിയത് ഞാൻ മാത്രം പഠിച്ചതുകൊണ്ടല്ല, അവരുടെ ഭാഗത്തുനിന്ന് അവർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ക്ലാസ് മാഷായാലും എല്ലാവരുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കൊണ്ടുമാണ് ഞങ്ങൾക്ക് ഈ വിജയം കരസ്ഥമാക്കാൻ പറ്റിയത്. എൻ്റെ പേര് അനാമിക AS. എനിക്ക് ഫുൾ A+ ആണ് +2. ഞാനിവിടെ SNGSS കാരമുക്കിലാണ് പഠിച്ചത്. ഞങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. എക്സ്ട്രാ ക്ലാസ്സസൊക്കെ തരും. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാലൊക്കെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തരും. പിന്നെ പ്രിൻസിപ്പളും നല്ല സപ്പോർട്ടാണ്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ടീച്ചർ നല്ല സപ്പോർട്ടാണ്. TMC ഗ്രാമ്യ പുരസ്കാരത്തിന് ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് TMC ഗ്രാമിക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ദേവിപ്രിയ. ഇവരെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യിപ്പിക്കും. ഞങ്ങൾ കൂടുതൽ കെയർ ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര മാർക്കും വാങ്ങിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. പ്രധാന വാർത്തകൾ വീണ്ടും. അകാലത്തിൽ പൊലിഞ്ഞ മിഥുന്റെ കുടുംബത്തിന് മണപ്പുറം ഫൗണ്ടേഷൻ വീട് നിർമ്മിച്ചു നൽകുന്നു. തളിക്കുളത്ത് LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ തളിക്കുളം സർവീസ് സഹകരണ ബാങ്ക് ആദരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.